ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബിള്ളിന ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിയുൻ മുഫല്ലലും മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലും മുഹൈമിനും മുബല്ലിഗുൻ സഅദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖും മുജീബു ഹബീബുല്ലാഹ് മുൻദിറുൽ മുബശ്ശിറുൻ മുബർറുൻ കലീമുല്ലാഹ് മുസ്ലിഹും മുകറമുൻ മുജീബുൻ സിറാത്തുല്ലാഹ് മുദക്കിറും മുഖദ്ദസും മുജാബുൻ നജിയുല്ലാഹ്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബിള്ളിന ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ചികവറന്ന ബിക്കുമാലരി കോരിലും സ്വലാത്തേ ജിഗസലാമും മാജിദേ നിൻ ചൊല്ല് സർദീനത്തെ. അക്രമുൽ മുകറമായ ത്വാഹ മഊനത്തെ അഹദവായ എനിക്കിതിയിൽ ഏകണം പേരൂത്തേ. പെരിയ പേര അബൂബക്കർ സിദ്ദീഖിലും റളിയല്ലാഹ് പൊലിവരെ ഊദക്കവും തായെന്നതിൽ യാ അല്ലാഹ്. അരശരാം ഫാറൂഖ് മർവാലിയിലും റളിയല്ലാഹ് ആറ്റരെ കാടാക്കവും നളുമിതിൽ ഏകല്ലാഹ്. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും മുന്നേ ബിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. പിരിശരാം ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലും റളിയല്ലാഹ് പ്രിയരെ ഊദക്കവും ഇമ്മാലയിൽ ഏകല്ലാഹ്. കരുത്തരാമി മാമലി പുലിയിലും റളിയല്ലാഹ് കരുണരെ പോരുത്തവും കോർവയിൽ ഏകല്ലാഹ്. അല്ല തന്റെ അമ്പിനാലെ ആദരിത്താമയിത്തേ ഖാത്തിമൻ നബിന്റെ മകൾ ഫാത്തിമ ബിഫേത്തേ. നല്ല മകനായ ഹുസൈന റിൽബുൽ ബവീത്തേ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നോരിൽ ജനീത്തേ. ബല്ലിയെ കണക്കിൽ സുഹ്റാബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ബീവി നഫീസത്തെ. ചൊല്ലുവാൻ സാനത്ത് 400 ചാദർപ്പത്തെ ജബദനിൽ പക്കായ മക്കാദിക്കതിൽ ഊദീത്തേ. ഉദിത്ത് റബ്ബിൻ ഏകൻ പോലെ തോന ഇബാദത്തെ ഉണ്മയിൽ ഇടവിടാതെ ദായിമൻ ഏടൂത്തേ. മതിപ്പെടാ ജ്ഞാനം പലേതും ന്യായമാൽ പാടീത്തേ മാനിയായ ബാക്കിയോനിൽ പ്രിയമാലാടൂത്തേ. ഉദിപകലിലൊക്കെയും നൽ നോമ്പതും പൂടീത്തേ ഉറങ്ങിടാതെ രാവ് നീണ്ടേ തൊളിതിടും സാദത്തെ. പടിയും ബീസ് ഹജ്ജതായി പാണിന്ത് ബൻഗുണത്തെ പറ്റിയഹ്ലുൽ ബൈത്തിലേറ്റം പോരിശാല ബീത്തേ. ദിഹനിലെന്നും അല്ല എന്നുൾ നിലവൊലിശത്ത നിലവൊശീലാമത്തെ ദിക്റും തസ്ബീഹും തഹീലിൽ തന്നിൽ ഹാലാണത്തെ. ശുഹ്റത്തും നാമം മികൂതി മാനമാലെ പേരൂത്തേ ശുക്രിനാൽ ഹൂദാ കൊതിത്ത് സുഹദിൽ പ്രവേശിത്തേ.
ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും മുന്നേ വെള്ളിന ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നിറഞ്ഞ നല്ലവരായ മദനീയം കുടുംബങ്ങളെ, ഇൻഷാ അല്ലാഹ് കൃത്യം 3:30 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആമുഖങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ റമളാനിലെ 15-ലാണ് എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മദദും സഹായവും നളറും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയവിയും ഉഖ്റവിയും ശാരീരികവും മാനസികവും കുടുംബപരവുമായ എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹു നമുക്ക് ഹാസുലാക്കി തരട്ടെ. എല്ലാ ഷർറുകളും എല്ലാ ബലാഗുകളും എല്ലാ മുസീബത്തുകളും ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നീക്കിത്തരട്ടെ. ഉമ്മ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തിനാലെ അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ആദി ബിസ്മില്ലാഹി ഹംദും ഓദി സൽസലാത്തേ ആനദിൽ പിന്നബ്ദഉ ഞാൻ ഇരവതൈ തൂദീത്തേ ബാദിദാഹം ബന്നജ്സും വേദന പേരൂത്തേ മരണമിൽ നഫീസത്തോരെ കാവലെ ഗീടല്ലാഹ് ബേദി ദുഃഖം ഖൗഫതും പീരളിയം മികത്തെ ബേഖബറിൽ പെട്ട് ഖബറിൽ ഖേദമാൽ തനീത്തേ ഛേദമിൽ കീടന്ത് ബേജാറായിടും ഈടത്തെ ചെമ്മലർ നഫീസത്തോരെ കാവലെ ഗീടല്ലാഹ് ബാനരാമുങ്കർന്ന് കീറും കുറ്റരം കാണീത്തേ ബാറിനാൽ കാനം പെരുത്ത ദണ്ടെടുത്താടൂത്തേ മേനിദാസുവാലദീനെ കേൾക്കും സമയത്തെ ബഹുമയുൾ നഫീസത്തോരെ കാവലെ ഗീടല്ലാഹ് മാനിദം ഗൈബാന ചീല സാരകാരിയത്തെ മാരണുവരാതെ നേരിൽ ഏറിയാലൂരത്തെ ജ്ഞാനനബീനെ ഫിസോത്തോരെ കാവലും ഗുണത്തെ ഞങ്ങളിൽ ഷഹറതെന്ന താനമില്ലേ ഗല്ലാഹ് ദോഷമുണ്ടും യശിടാതെ കാശനിൽ പേരൂത്തേ ദുഃഖനീരാൽ വാരും നേരം ദൂരമേ ബിടൂത്തേ അല്ലാഹ്
നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. വലിയ മഹത്വമുള്ള ഉമ്മയാണ്. ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച ഉമ്മയാണ്. മാഷാ അല്ലാഹ്. പല അഭിപ്രായങ്ങളുമുണ്ട്. ഒരഭിപ്രായ പ്രകാരം 6000 ഖത്മുകള് ജീവിതത്തിൽ ഓതി തീർത്ത മഹദിയാണ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരുടെ ബറക്കത്തും ഓരുടെ മദദും ഓരെ സഹായവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പവിത്രമായ ഹളറത്തിൽ ചെന്നിട്ട് അവിടുത്തെ മഖാമിൽ നിന്ന് തന്നെ പരിശുദ്ധമായ മദനീയം മജ്ലിസ് നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മഖാമിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി ലൈവായി മദനീയം നമുക്ക് നടത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അത് തടസ്സമാകുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ബേജാറായിരുന്നു. പക്ഷേ ഒരു തടസ്സവും ഉണ്ടായില്ല. ആ ഉമ്മാന്റെ കരുണ നമുക്ക് ലഭിക്കണം. പരിശൈനൂറ ഹംദൻ നബീവി മുത്തമകളായ ബങ്കിഷം മഹ്ലു ബൈത്തിൽ പതിയൊരായേ കരുണത്താരുൾ ബീവി നഫീസിൻ റളിയല്ലാഹ് കാരുണറീളാ നാഗർക്കങ്കന്നെടത്തിടല്ലാഹ്. ഷറഫായ സുവർഗത്തെ കോത്തിത്തേറ്റം മാനം ബേത്തെ ശരിയായ ഇബാദത്തെടുത്തേ മൂത്തേ. മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ നമ്മൾ പഠിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മ എത്ര വലിയ മഹത്വമുള്ള ഉമ്മയാണ്. ആ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ ഖൈർ ചൊരിയണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. നഫീസ ബീവി റളിയല്ലാഹു അൻഹാ അറിവിന്റെയും ആത്മീയതയുടെയും പ്രോജ്വലമായ താരമാണ് ബീവി നഫീസത്തുൽ മിസ്രിയ. ആ ഉമ്മാക്ക് വേറൊരു പേര് കൂടിയുണ്ട്, നഫീസത്തുൽ ഇൽമ്. ഇൽമിന്റെ അറിവിന്റെ അമൂല്യ രത്നം എന്നറിയപ്പെടുന്ന മഹദിയാണ് നഫീസത്തുൽ ഇൽമ്. സുബ്ഹാനല്ലാഹ്. ഹിജ്റ 145 റബീഉൽ അവ്വൽ 11 ആ ഉമ്മ ജനിക്കുന്നത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലാണ് ആ ഉമ്മ ജനിക്കുന്നത്. അങ്ങനെ ജനനത്തിന്റെ ശേഷം അവര് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് മദീനയിലാണ്. പിന്നീട് അവര് ചെലവഴിച്ചത് ഈജിപ്തിലുമാണ്. അവരുടെ പിതാവാണ് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലെ ഗവർണറായിരുന്നു. പ്രവാചക പൗത്രനായ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു. മഹദിയവറുകളുടെ മാതാവിന്റെ പേര് സൈനബ ബിൻത്ത് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ ഹസൻ എന്നാണ്. അവരാണെങ്കിലോ
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ അതീവ ഭക്തിയുള്ള ഭക്തയായ ഒരു വലിയ ഉമ്മയായിരുന്നു അവരുടെ ഉമ്മ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹക്ക് സഹോദരിയുടെ പേര്, അവരുടെ മഖ്ബറയുമുള്ളത് ഈജിപ്തിലെ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ സമീപത്താണ്. അവിടെ ചെന്നപ്പോൾ അവരെയും സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ള സ്ഥലം വലിയ സിയാറത്ത് കേന്ദ്രമാണ്. മഹദി അവറുകൾ ജനിച്ചത് മക്കയിലാണെങ്കിലും പിന്നീട് മദീനയിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പിതാവ് മക്കയിലെ വലിയ പ്രമുഖമായ വ്യക്തിയായിരുന്നു. അങ്ങനെ 5-ാമത്തെ വയസ്സില് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മദീനയിലേക്ക് താമസം മാറുകയാണ്. 5-ാമത്തെ വയസ്സിൽ മദീനയിലെത്തുന്നു. അക്കാലത്ത് തന്നെയാണ് ആ പ്രിയപ്പെട്ടവരുടെ ഉപ്പയായ ഹസനുൽ ആമിർ അൻവർ റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണറായി നിയമിതനാവുകയാണ്. സുബ്ഹാനല്ലാഹ്. മദീനയിൽ വെച്ച് മഹദി അവറുകള് ഖുർആൻ മനപ്പാഠമാക്കുന്നു. 8-ാമത്തെ വയസ്സായപ്പോ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കുന്നു. സുബ്ഹാനല്ലാഹ്. 8-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കി. മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മഹദിയവറുകളുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് സദാസമയവും മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മുത്തുനബിയുടെ ചാരത്ത് റൗള ഷരീഫിന് സമീപമിരുന്ന് അങ്ങനെ ആരാധനകളിൽ മുഴുകും. ഓരോരോ സ്ത്രീകൾ ഓരോരോ കോലത്തിലും ഓരോ രൂപത്തിലാണ്. പുരുഷന്മാരുടെ വിഷയം ഇപ്പൊ അവിടെ മാറ്റിവെക്കട്ടെ. ഇപ്പൊ സ്ത്രീകളെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒരുപാട് നല്ല നല്ല ഉമ്മമാരുണ്ട്. അവർക്ക് ഇബാദത്ത് ചെയ്യാൻ വലിയ താല്പര്യമാണ്, വലിയ ആവേശമാണ്, വലിയ ഊർജമാണ്. അവരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടുണ്ടാകും, അവരിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടുണ്ടാകും, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടുണ്ടാകും. മദീനയിൽ ചെന്നാൽ കാണാം അവിടെയും ഒരുപാട് ഉമ്മമാർ ആ പച്ചക്കുബ്ബയുടെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഒരുപാട് സമയം ദിക്റും ചൊല്ലി ഇങ്ങനെ ഇരിക്കുകയാണ്, സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരു ജീവിതത്തിലെ ഹോബിയായി കൊണ്ടു നടന്ന കുറെ ആളുകളുണ്ട്. ഓരോരുത്തരും ഓരോ കോലാണ്. ചില ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവും, ചില ആളുകൾക്ക് ഇബാദത്തിനോട് യാതൊരു കമ്പവും ഉണ്ടാവുകയില്ല, ഒരു മനസ്സും അവർക്കുണ്ടാവുകയില്ല. അവര് ഇബാദത്തിന്റെ വഴിയിൽ അവരെ കിട്ടുകയേയില്ല. അതേ സമയത്ത് ഇബാദത്ത് ഒരു ഹോബിയായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ അതൊരു ഒരു 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 വല്ലാത്ത ഒരു ഹരമായി കൊണ്ടു നടക്കുന്നവർ. പൂർണ്ണമായി അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുകയില്ലെങ്കിലും ജീവിതത്തിന്റെ ഘട്ടങ്ങളിലൊക്കെ ദിക്ർ ചൊല്ലണ്ടേ, സ്വലാത്ത് ചൊല്ലണ്ടേ, അതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കണം, നിർബന്ധമായും എടുക്കണം. മഹദിയായ ഉമ്മാ ബീവി സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അവരിങ്ങനെ ആരാധനകളിൽ മുഴുകും. അതവർക്കൊരു ജീവിതത്തിൽ ഒരു ഹോബിയായിരുന്നു. മഹാനായ
ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇസ്ഹാഖ് മുഅ്തമിർ റളിയല്ലാഹു അൻഹു മഹദിയെ വിവാഹം കഴിക്കുന്നത് അത് വലിയൊരു പ്രധാന ഘട്ടമായിരുന്നു. മഹദി അവറുകളെ മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവുകയാണ്. മദീനയോട് വിട പറയാൻ താല്പര്യമില്ല. മദീനയോട് വിട പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടാകുമോ? പക്ഷേ ഈജിപ്തിലെ ജനങ്ങള് മഹദി അവറുകളെ ആഗ്രഹിക്കുന്നു. അവര് ഈജിപ്തിലെത്തിയാൽ ഈജിപ്തിന് വലിയ ബറക്കത്തുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഒരു ആത്മീയമായ ഉൾവിളി കേൾക്കുകയാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഒരു ആത്മീയമായ ഉൾവിളി കേൾക്കുകയാണ്. അങ്ങനെയാണ് ഈജിപ്തിലേക്ക് മഹദി അവറുകൾ യാത്രയാകുന്നത്. അവർ ഈജിപ്തിലെത്തിയപ്പോൾ ഈജിപ്തിലെ ജനങ്ങള് മഹദി അവറുകളെ സ്വീകരിക്കുകയാണ്. എല്ലാവരും മഹദിയുടെ അടുക്കലേക്ക് ഒഴുകുകയാണ്. എല്ലാവർക്കും മഹദിയെ ആവശ്യമായി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ആളുകൾ അങ്ങ് കൂടി തിരക്കായി. ജനങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടി. മഹദി അവറുകൾ എന്ത് പറഞ്ഞാലും അതിൽ വലിയ ബറക്കത്താണ്. എന്ത് മന്ത്രിച്ചു കൊടുത്താലും അതിൽ വലിയ ഫലമാണ്. ഏത് രോഗവും പെട്ടെന്ന് മാറുകയാണ്. ആളുകൾ ഇങ്ങനെ തിരക്ക് വർദ്ധിച്ചോ. എല്ലാവരും മഹദിയെ കാണാനുള്ള തിക്കും തിരക്കുമായി. അങ്ങനെയാണ് മഹാനായ പിതാവായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ജനങ്ങളെ എല്ലാവരും അങ്ങനെ ആ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും മദീനയിലേക്ക് തന്നെ മടങ്ങാൻ വേണ്ടി മഹദി അവറുകൾ തീരുമാനിക്കുന്നു. പിതാവായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുത്തുനബി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ അതാ സ്വപ്നത്തിൽ കാണുന്നു. അവിടെ തന്നെ തുടരാൻ വേണ്ടിയാണ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അതേ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, മഹദി അവറുകൾ അവിടെ തന്നെ തുടരട്ടെ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പിന്നീട് ഈജിപ്തിലേക്ക് വരാനുള്ള കാരണം തന്നെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അവിടെ ഉണ്ട് എന്നതാണത്രേ. അങ്ങനെ മഹദി അവറുകൾ പിന്നെ ഈജിപ്തിൽ തന്നെ പ്രബോധനത്തിനും തന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾക്ക് വേണ്ടി അതേ മദീനയിൽ തന്നെ ചെലവഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹദി അവറുകൾ വഫാത്താകുന്നത് അതേ പരിശുദ്ധമായ റമളാനിലാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിലേക്ക് യാത്രയായത്. അല്ലാഹു ഉമ്മാക്ക് കൊടുത്ത ഭാഗ്യം പോലെ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണേ അല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാങ്ക് കൊടുക്കുന്നു.
أشهد أن محمد رسول الله وقرة عيني محمد بن عبد الله صلى الله عليه وسلم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുമ്മന്റെ ബറക്കത്ത് കൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെയും പെടുത്തി തരട്ടെ. മഹദി അവറുകൾ ഈജിപ്തിൽ നിന്ന് പോകാൻ നിന്നപ്പോൾ പിതാവായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കാണുകയാണ്. യാ ഹസൻ ഖുൽ നഫീസത അൻ തുഖീമ ബിമിസ്ർ. ഓ ഹസനേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മിസ്റിൽ അഥവാ ഈജിപ്തിൽ തന്നെ താമസിക്കട്ടെ. فإن الله تعالى يقطع بركته عن أهل مصر إذا خرجت من بينهم. അതേ, അവരെ അവിടെ നിന്ന് പോയാൽ ഈജിപ്തിലെ മിസ്റിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ബറക്കത്ത് അത് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. وإن مقامها فيها بركة لهم وللعالمين. അവരുടെ താമസം അത് ലോകത്തിന് എല്ലാവർക്കും അനുഗ്രഹമാണ്. അത് അവിടെയുള്ള താമസം അവർക്ക് ബറക്കത്താണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ തെരഞ്ഞെടുത്തപ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹക്ക് തോന്നി, ഇനി ഈജിപ്തിൽ നിന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടൂല. ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ പിന്നെ ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടൂലല്ലോ. അങ്ങനെ ദിവസങ്ങൾ പോലും മാറ്റി നിശ്ചയിക്കപ്പെട്ടു. ആഴ്ചയിൽ 2 ദിവസങ്ങൾ മാത്രം ആളുകളെ കാണാൻ വേണ്ടി മാറ്റിവെച്ചു. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഇബാദത്തിലായി മുഴുകി. മഹാനായ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ സമീപത്ത് ഉമ്മ ഇബാദത്തിന് വേണ്ടി ഒരുപാട് കാലം കഴിച്ചു കൂട്ടിയ ഒരു ചെറിയ ചില്ല കാണാം. ഈജിപ്തിൽ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ്. ഒന്ന് യാഖൂത്തുൽ അർശി റളിയല്ലാഹു അൻഹുവാണ്, ഒന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവാണ്, ഒന്ന് ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവാണ്. വലിയ സിയാറത്ത് കേന്ദ്രമാണ്. ആ മഹാനവറുകളുടെ സമീപത്ത് ഒരു ചെറിയ ഗുഹ പോലെ ഒരു ചില്ല കാണാം. അതിന്റെ ഉള്ളിൽ ഞാൻ കുറെ സമയം ഇങ്ങനെ ഇരുന്നു. മാഷാ അല്ലാഹ്, എന്തൊരു ആസ്വാദനമാണ്.
എന്തൊരു റാഹത്താണ്. ഉമ്മ വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത സ്ഥലമല്ലേ, ബറക്കത്തുള്ള സ്ഥലമല്ലേ, അവിടെ ഇരിക്കാൻ എന്തൊരു ആനന്ദമാണ്, പോകാൻ തോന്നിയില്ല. അവിടെ ഇങ്ങനെ ഇരിക്കാൻ വല്ലാത്തൊരു രസം. ഉമ്മ വലിയ ബറക്കത്തുള്ള ഉമ്മയാണ്. മുത്തു റസൂലുള്ള പറയുകയാണ്, അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറയണം. അവരെങ്ങാനും ഈജിപ്തിൽ നിന്ന് പോയാൽ ഫഇന്നല്ലാഹ തആല യഖ്തഉ ബറക്കതഹു അൻ അഹ്ലി മിസ്റ ഇദാ ഖറജത് മിൻ ബൈനിഹിം. അവരെങ്ങാനും അവിടുന്ന് പോയാൽ ആ മിസ്റിലെ ജനങ്ങളുടെ ബറക്കത്ത് തന്നെ അള്ളാഹു എടുത്തു കളയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഹത്വം, ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പദവികൾ എത്ര വലുതാണ്. ബറക്കത്തിന് കാരണമായി മിസ്ർ എന്ന് പറയുന്ന നാടിന് ബറക്കത്തുണ്ടാകാൻ കാരണം മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വലിയ ബറക്കത്തുള്ള നാടായില്ലേ, ലോകത്തെ എല്ലാവരും ഇൽമു തേടി പോകുന്ന നാടായില്ലേ, വലിയ ബറക്കത്തുള്ള നാടായി. മാഷാ അല്ലാഹ്. മഹദി അവറുകളെ കല്യാണം കഴിക്കുന്നത് ഇസ്ഹാഖ് മുഅ്തമിർ എന്ന് പറയുന്ന മുഅ്തമിൻ എന്ന് പറയുന്ന ഒരു നല്ല ജഅഫർ സാദിഖ്, ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവാണ്. അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആരാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തത്? ആബിദത്തായ വലിയ മഹത്വമുള്ള എല്ലാ സമയവും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിലായി മുഴുകുന്ന ഒരു നല്ല അതേ എല്ലാം കൊണ്ടും എല്ലാ ഗുണഗണങ്ങളും മേളിച്ച വലിയ ആലിമത്തായ ഒരു സയ്യിദത്തിനെ ആരാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തത്? ഇസ്ഹാഖ് മുഅ്തമിൻ റളിയല്ലാഹു അൻഹു ഈ കാര്യം ചെന്നിട്ട് പിതാവ് ഹസനുൽ അൻവർ എന്നവരോട് പറഞ്ഞു. ആ മഹാനവറുകളോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, പറ്റൂല, ഇബാദത്തുകളിൽ മുഴുകിയതിനാൽ എനിക്ക് കല്യാണം വേണ്ട എന്നാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയുന്നത്. എനിക്ക് കല്യാണം വേണ്ട, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യണം, കല്യാണം കഴിച്ചാൽ അത് ഇബാദത്തിന് തടസ്സമാകും. അങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട്. മഹാനായ ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. പിന്നീട് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി, സുന്നത്താണല്ലോ അത് ലഭിക്കണമെന്ന വലിയ ആഗ്രഹത്താൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ സുന്നത്ത് കിട്ടി, പിന്നെ തോന്നി ഇത് ശരിയാവൂല, ഇത് എന്റെ ഇബാദത്തിന് തടസ്സമാണെന്ന് പൂർണ്ണമായി ബോധ്യമായപ്പോൾ പിന്നെ ആ ബന്ധം വേണ്ട എന്ന് വെച്ചു. അങ്ങനെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കണം. അത് എന്റെ ജീവിതത്തിൽ വിജയത്തിന് വലിയ കാരണമാകും. അങ്ങനെയാണ് അവര് മത്തു റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ് ഇന്നി ഖതബ്തു നഫീസത ബിൻതൽ ഹസനി ഫലം യുസവ്വജ്നി അബൂഹാ. ഓ പന്നാര നബിയേ, ഞാന് അതേ ഹസ്സൻ എന്നവരുടെ മകളായ നഫീസ എന്നവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. പക്ഷെ അവരുടെ ബാപ്പ എനിക്കവരെ കല്യാണം കഴിച്ചു തരുന്നില്ല നബിയേ. എല്ലാവരും വിഷമങ്ങൾ വന്ന് പറയുന്നത് പറയാനുള്ള ഒരു ഹളറത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണുള്ള പ്രാർത്ഥനയാണ്, അല്ലാതെ വേറൊരു നിലക്കുള്ള ദുആകളല്ല. അങ്ങനെ പോയി ചോദിച്ചിട്ട് ആ കാര്യം സാധിച്ചു കൊള്ളണമെന്നില്ല. നല്ല ചിന്ത, ഒരു നല്ല ആബിദത്തായ ഒരു നല്ല കുടുംബം, അല്ലെങ്കിൽ ഒരു സയ്യിദ്, ഒരു ബീവി, അങ്ങനെയുള്ള ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഗുണഗണങ്ങളായ ഒരു ഭാര്യയെ എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ജീവിത വിജയത്തിന് വേണ്ടിയാണ്. എനിക്ക് എന്റെ ജീവിതം വിജയിക്കണം, എന്റെ ആഖിറം എനിക്ക് രക്ഷപ്പെടണം, അതിന് അവരെ കല്യാണം കഴിച്ചാൽ അതിനെനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി നാഥനായ റബ്ബിനോട് ദുആ ചെയ്തുകൂടെ? യാതൊരു കുഴപ്പവുമില്ല. അതേ സമയത്ത് ഒരു നിലക്കും അവരെ കൊണ്ട് യാതൊരു ഖൈറുമില്ല. വിചാരിക്കുന്ന ചിന്തകളൊക്കെ വെറുതെയാണ്. അവരാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ഒരാളെ ജീവിതത്തിന്റെ സഖിയാകണമെന്ന് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമെന്നോ? ഇല്ല, അങ്ങനെയല്ല. ഇത് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങളോട് പോയി പറയുന്ന രാപലാതിയാണ്, വേദനയാണ്. അള്ളാഹുവിന്റെ റസൂല് ആ സ്വപ്നത്തില് അതേ ആ വിഷയത്തിൽ ഇടപെടുന്നു. മഹാനായ ഹസനുൽ അൻവർ എന്ന് പറയുന്ന അവരുടെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബാപ്പക്ക് അവർ സ്വപ്നത്തിൽ വരികയാണ്. യാ ഹസൻ സബ്ബിജ് നഫീസത മിൻ ഇസ്ഹാഖൽ മുഅ്തമീൻ. ഇസ്ഹാഖുൽ മുഅ്തമിനിക്ക് നഫീസ ബീവിയെ കല്യാണം കഴിച്ചു കൊടുക്കണേ ഹസനേ. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം വരികയാണ്. അങ്ങനെയാണ് വിവാഹത്തിന് സമ്മതം മൂളുന്നത്. ഹിജ്റ 161 റജബ് 5 മഹദി അവറുകൾ വിവാഹിതയാകുന്നു. ഈ വിവാഹത്തിൽ 2 മക്കൾ ഉണ്ടാവുകയാണ്. ഒന്ന് ഖാസിം റളിയല്ലാഹു അൻഹു, ഒന്ന് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹാ. അങ്ങനെയാണ് മഹദിയവറുകളെ അതേ കല്യാണം കഴിച്ചുവെങ്കിലും ഇബാദത്തിന് യാതൊരു കുറവുമില്ല. ഇബാദത്തിന് എല്ലാവിധ നിലക്കുമുള്ള സഹായം ചെയ്യുന്ന ഭർത്താവിനെ തന്നെ കിട്ടി. പിന്നീട് മഹദിയവറുകളുടെ വഫാത്തിന്റെ സമയം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്, 30 തവണ പരിശുദ്ധമായ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി നടന്ന് ഹജ്ജ് ചെയ്തു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. യഥാർത്ഥത്തില് 32 എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും 30 തവണ ഉറപ്പാണ്. അത് പിടിക്കാം. 30 തവണ ഹജ്ജിന് വേണ്ടി നടന്നു പോകുമ്പോ മദീനയിൽ എത്ര കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം? മാസങ്ങളെടുക്കും. നടന്നുകൊണ്ട് മെല്ലെ മെല്ലെ പോയാൽ മദീനയിലെത്താൻ എന്തായാലും ഒരു 15 ദിവസം എന്തായാലും വേണം. റബീഉൽ അവ്വൽ അതെ 1 മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടാണല്ലോ റബീഉൽ അവ്വൽ 12 മദീനയിൽ എത്തിച്ചേരുന്നത്. എന്തായാലും 10, 12, 15 ദിവസം എന്തായാലും വേണം. അങ്ങനെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നടക്കുമ്പോ ആളുകൾ പറയും നടക്കണ്ട, വാഹനവുമായി വരികയാണ്. ഞങ്ങളുടെ വാഹനത്തിൽ കയറൂ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ കൂട്ടാക്കിയില്ല. എനിക്ക് വേണ്ട, ഞാൻ തയ്യാറല്ല. കാരണം എന്റെ ബാപ്പയായ ഹസൻ റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടാണ് ഹജ്ജിന് പോയത്. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ്. അങ്ങനെ 30 തവണ നടന്ന് ഹജ്ജ് ചെയ്തു. മഹദി അവറുകള് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന അതേ റൂമിൽ തന്നെ ഒരു ഖബറുണ്ടാക്കി. മഹദി അവറുകളുടെ വീടിന്റെ അകത്ത് ഒരു ഖബറുണ്ടാക്കി. ആ ഖബറിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യും. എന്തായിരുന്നു അവരുടെ അള്ളാഹുവിനോടുള്ളൊരു ബന്ധം? എന്തായിരുന്നു? വെറുതെയാണോ അവരെ നമ്മളെ സ്നേഹിക്കുന്നത്? വെറുതെയാണോ അവരെ നമ്മൾ ഓർക്കുന്നത്? അവരെ ഓർക്കാതിരിക്കാൻ ഒരു മൂമിനായ മനുഷ്യന് കഴിയുമോ? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു. സ്വന്തമായൊരു ഖബർ കുഴിച്ചിട്ട് അതിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇബാദത്തുകൾ ചെയ്തു. ധാരാളം ഖുർആൻ ഓതി. ഒരു അഭിപ്രായ പ്രകാരം 6000 ഖത്മ തീർത്തു എന്ന് കാണാം. വേറെ അഭിപ്രായ പ്രകാരം 2000 എന്നൊക്കെ ഉണ്ടെങ്കിലും വളരെ പ്രബലമായ അഭിപ്രായ പ്രകാരം 6000 ഖത്മുകള് മഹദി അവറുകൾ ജീവിതകാലത്ത് ഓതിത്തീർത്തു അത്രേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് നേരാവണ്ണം ഒരു ഖത്മ തീർക്കാൻ കഴിയുന്നില്ല. അല്ലാ, ഞങ്ങൾക്ക് നീ ഖുർആൻ ഓതാനുള്ള തൗഫീഖും മനസ്സും തരണേ റബ്ബേ. ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ചിലര് കണ്ട് റമദാനിന്റെ തുടക്കത്തിലൊക്കെ നല്ല ഉഷാറായി ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഖത്മ തീർക്കുകയാണ്, ഓതുകയാണ്. ഞാൻ വിചാരിച്ച് എന്തായാലും ഇപ്രാവശ്യം റമദാനില് ഒരു 10 ഖത്മൊക്കെ ഇവര് തീർക്കുമെന്ന്. പക്ഷേ പിന്നീട് നമുക്കതുമായി ബന്ധം കുറയുകയാണ്. അള്ളാഹു നമുക്ക് ധാരാളം ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ചിലരങ്ങനെ റമദാനിന്റെ തുടക്കത്തില് പള്ളി ഫുള്ള് ആളുണ്ടാവും. അപ്പൊ വിചാരിക്കും ഇത് ഭയങ്കര പ്രാവശ്യം ഇയാള് ജോർ ബാർ അങ്ങനെ. ചില ആളുകള് റമദാൻ ഇങ്ങനെ വരുമ്പോ നല്ല ഉഷാറുണ്ടാവും. ഒന്നാമത്തെ ദിവസം ഉഷാറുണ്ടാവും, രണ്ടാമത്തെ ദിവസം അത്ര ഉണ്ടാവൂല, മൂന്നാമത്തെ ദിവസം പിന്നെയും കുറഞ്ഞ്, ഒരാഴ്ച കഴിയുമ്പോ പിന്നെ തീരില്ല, 2 ആഴ്ച കഴിയുമ്പോ പിന്നെ അയാളെ കാണാനില്ല. പള്ളിയിലെ സെഫിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പോലും അയാളെ മഷിയിട്ട് തരേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്, അല്ലേ? നമ്മളെ അവസ്ഥ അങ്ങനെയാണ്. റമദാനിന്റെ തുടക്കത്തിലുള്ള ആവേശമുണ്ടോ? അല്ലാ, കയ്യിലൊരു തസ്ബീഹ് മാലൊക്കെ എടുത്തിട്ട് ഇപ്പല്ല ഇയാള് റമദാനില് ഫുള്ള് ഇബാദത്താണെന്നാ വിചാരിച്ച്. പക്ഷേ നമ്മളെ സ്വന്തം കാര്യം തന്നെ പറയാം, വേറെ ആരെയും പറയണ്ടല്ലോ. നമ്മുടെ അവസ്ഥ അതാണ്, നമ്മുടെ കൽബിന്റെ അവസ്ഥ അതാണ്. അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. അല്ലാഹ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 6000 ഖത്മുകൾ ഓതുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് രോഗങ്ങൾ മാറാൻ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥനകൾ കാരണമായിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഒരു ശിഷ്യനുണ്ട്, അബൂ യാക്കൂബ് അൽ ബുസൈത്തി. ആ മഹാനവറുകളെ രോഗം കൂടുമ്പോൾ ശിഷ്യനായ അബൂ യാക്കൂബ് അൽ ബുസൈത്തി തങ്ങളെ മഹദി അവറുകളുടെ ഹളറത്തിലേക്ക് അയക്കുമായിരുന്നു. എന്നിട്ട് പറയുമല്ലയോ മഹദി അവറുകളെ, നിങ്ങളുടെ സഹോദരനായ ഷാഫി ഇമാമിന് രോഗമാണ്,
അതുകൊണ്ട് മഹാനവറുകൾക്ക് നിങ്ങൾ ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വലിയ രോഗം കൊണ്ട് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു പരീക്ഷിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അത്ര വലിയ രോഗം കൊണ്ട് ശരീരത്തിൽ നിർത്താതെ രക്തം ഇങ്ങനെ വരിക. അത് അല്ലാഹു മഹാനവറുകൾക്ക് കൊടുത്തൊരു പരീക്ഷണമായിരുന്നു. ശരീരത്തിന് രക്തം ഇങ്ങനെ വരിക. ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോ ഒരു ബക്കറ്റ് രക്തം, ഒരു പാത്രം നിറയെ രക്തമുണ്ടാകുന്ന രൂപത്തിൽ ശരീരത്തിൽ നിന്ന് രക്തം വരുമായിരുന്നു അത്രേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്. പക്ഷെ അതുകൊണ്ട് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന നിർത്തിയോ? ഇബാദത്തിന് കുറവുണ്ടായോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും ഒരു ഖത്മ് തീർക്കുമായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. റമദാനായാൽ 2 ഖത്മുകൾ തീർക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വരുമ്പോഴും സുബ്ഹാനല്ലാഹ് ഖുർആൻ പാരായണം ചെയ്യുന്നത് നിർത്തിയില്ല, ഇൽമു പറഞ്ഞു കൊടുക്കുന്നത് നിർത്തിയില്ല. ശിഷ്യന് വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് രോഗത്തിന്റെ കാരണം പറയുമ്പോൾ മഹദി അവറുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പോൾ രോഗശമനം ലഭിക്കുമായിരുന്നു. അങ്ങനെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതേ വഫാത്താകാൻ പോകുന്ന സമയമായി. അങ്ങനെ വലിയ രോഗാതുരമായി ഇങ്ങനെ കിടക്കുകയാണ്. ശിഷ്യനെ പറഞ്ഞയച്ചു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക്. എല്ലാ സമയവും അതേ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അന്ന് ദുആ ചെയ്തത് മത്തഅഹുല്ലാഹു ബിന്നളരി ഇലാ വജ്ഹിൽ കരീം, ഇലാ വജ്ഹിൽ കരീം. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ദർശിക്കാൻ കാണുന്നതിലൂടെ അദ്ദേഹത്തിന് അല്ലാഹു സന്തോഷം നൽകട്ടെ. മത്തഉല്ലാഹ്, അല്ലാഹു സന്തോഷം നൽകട്ടെ. ബിന്നളിരി ഇലാ വജ്ഹിൽ കരീം, അല്ലാഹുവിന്റെ ദർശനം, അല്ലാഹുവിനെ ദർശിക്കാൻ വേണ്ടി അതേ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോവുകയാണ് എന്ന സൂചനയാണ്. മരണം സംഭവിക്കാൻ പോവുകയാണ് എന്ന സൂചനയാണ് ആ മറുപടിയിലൂടെ മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാ തവണയും രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന മഹദി അവറുകൾ അന്ന് ദുആ ചെയ്തതെന്ന് പറഞ്ഞത്, അന്ന് ദുആ ചെയ്തത് മത്തഅഹുല്ലാഹു ബിന്നളിരി ഇലാ വജ്ഹിൽ കരീം, അല്ലാഹുവിനെ ദർശിക്കാനുള്ള മഹാസൗഭാഗ്യം മഹാനവറുകൾക്ക് അല്ലാഹു നൽകട്ടെ. മഹാനായ ഷാഫി ഇമാമിന് മനസ്സിലായി, ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മരിച്ചാൽ എന്റെ ജനാസയുമായി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അതേ സമീപത്ത് പോകണം. വീടിന്റെ മുന്നിലൂടെ പോകണം. അവരെനിക്ക് വേണ്ടി ജനാസ നിസ്കരിക്കണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് ജനാസ നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. സ്ത്രീകൾക്ക് ജനാസ നിസ്കാരം ഉണ്ടോ? അത് ഫർള് കിഫായയാണ്. ഒരു നാട്ടിലെ ഒരു പുരുഷന്മാർക്ക് നിർബന്ധമായ കാര്യമാണ്. പുരുഷന്മാരൊന്നുമില്ല എങ്കിലാണ് പിന്നെ മയ്യത്ത് ഏറ്റെടുക്കേണ്ടതും കബറടക്കേണ്ടതും ഒക്കെ സ്ത്രീകളുടെ ബാധ്യതയായി വരുന്നൊരു ഘട്ടം ഉള്ളൂ.
പക്ഷെ ഇനി ഒരാളെ മയ്യത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? പുരുഷന്മാര് ജനാസ നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തായാലും സ്ത്രീകൾ ജനാസ നിസ്കരിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ നിസ്കാരത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരാരും ഹബീബായ തങ്ങളുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തു എന്നതായി ഒരു തെളിവ് എവിടെയും നമുക്ക് കാണാനില്ല. അതുകൊണ്ട് ജനാസ നിസ്കാരം ഇനി അതല്ല അത്ര അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ അതൊരു ഒരു ഫാഷനായി വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് എന്തായാലും നിസ്കരിക്കണം, ഞങ്ങൾ നിസ്കരിച്ചാലേ അയാൾ കബറിൽ കിടക്കാവൂ, ഞങ്ങൾ നിസ്കരിച്ചാലേ അവര് സ്വീകരിക്കൂ. എന്നിട്ട് ഒരു പുറപ്പാടുണ്ട്. അത് ചില ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് വന്ന ഒരു പ്രവണതയാണ്. നിസ്കരിക്കുന്നതിന് കുഴപ്പമുണ്ട് എന്നല്ല, അതേ സമയത്ത് അങ്ങനെയൊരു സ്ത്രീകളോട് അങ്ങനെ ഒരു നിസ്കാരത്തെ കുറിച്ച് കൽപ്പിച്ചിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് എന്താണ്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ തന്റെ ജനാസ നിസ്കരിക്കണം. കാരണം അവരത്രയും വലിയ ആബിദത്താണ്. ആ നിസ്കാരം അള്ളാഹു എന്തായാലും സ്വീകരിക്കും. അത് എനിക്ക് ഖബറിൽ നല്ല സുഖമായ ജീവിതത്തിന് കാരണമാകും എന്ന് ആർക്കറിയാം? മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അറിയാം. മഹാനവറുകൾ ഇമാമായി നിസ്കരിച്ചു എന്ന് അതിന് അർത്ഥം വെക്കരുത്. ആ ജനാസ നിസ്കാരത്തിൽ ഒരു മറയുടെ അപ്പുറത്തു നിന്ന് മഹദിയവറുകൾ ആ നിസ്കാരത്തിൽ പങ്കെടുത്തു എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയും ഏകദേശം അടുത്താണ്, വളരെ അടുത്താണ്, കുറെ ദൂരമൊന്നുമല്ല. അപ്പൊ അവര് ആ നിസ്കാരത്തിൽ പങ്കെടുത്തു. അതിന്റെ എല്ലാ അദബുകളും എല്ലാ ചട്ടങ്ങളും എല്ലാ മറകളും പാലിച്ചുകൊണ്ടാണ് അവര് ജീവിച്ചത്. അതൊന്നും മനസ്സിലാക്കാതെ ഓർ നിസ്കരിച്ചാലും നമ്മക്കെന്താ നിസ്കരിച്ചാല് എന്ന് വിചാരിച്ചിട്ട് അതൊരു വലിയ അങ്ങനെ ഒരു പുറപ്പാടായി പുറപ്പെടണ്ട, പള്ളിയിലേക്കൊന്നും പുറപ്പെടണ്ട. അതൊക്കെ വളരെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വളരെയധികം ആഗ്രഹിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഏതായിരുന്നാലും മഹദിയവറുകൾ പുറത്തിറങ്ങിയില്ല. ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയും രോഗബാധിതയായിരുന്നു. കൊണ്ട് വീടിന്റെ പുറത്തിറങ്ങിയില്ല, മറിച്ച് വീടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അതേ വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാസക്ക് പിന്നിൽ നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. എന്താണ്? റഹിമല്ലാഹു ശാഫിയ്യ ഫഖദ് കാന യുഹ്സിനുൽ വുളൂ. അല്ലാഹു ഷാഫി ഇമാമിനെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് എന്താണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞറിയോ? ഫഖദ് കാന യുഹ്സിനുൽ വുളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏറ്റവും മനോഹരമായി വുളൂ ചെയ്യുന്ന ആളായിരുന്നു. മഹദിയവറുകൾ നിസ്കാരം നിർവഹിച്ചപ്പോൾ അതാ ആകാശത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഇന്നല്ലാഹ തആല ഖദ് ഗഫറ ലികുല്ലി മൻ സ്വല്ലാ അല ശാഫിഈ ബിബറകത്തി സ്വലാത്തി നഫീസത്ത് അലൈഹി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഷാഫി ഇമാമിന്റെ മയ്യത്ത് നിസ്കരിച്ചാൽ സുബ്ഹാനല്ലാഹ്, നഫീസ ബീവിയുടെ മയ്യത്ത് നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ ജനാസ നിസ്കാരത്തിന് വേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഷാഫി ഇമാമിന്റെ ജനാസ നിസ്കാരത്തില് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പങ്കെടുത്തു എന്ന കാരണത്താൽ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. ഇതെന്തൊരു ഉമ്മയാണ്, ഇതെന്തൊരു ബറക്കത്തുള്ള ഉമ്മയാണ്, ഇതെന്തൊരു മഹത്വമുള്ള ഉമ്മയാണ്. ഉമ്മാന്റെ മയ്യത്ത് നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്നല്ലാഹ തആല ഖദ് ഗഫറ ലികുല്ലി മൻ സ്വല്ല അല ഷാഫി. ഷാഫി ഇമാമിന്റെ ആ നിസ്കാരത്തിൽ കൂടിയ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തു. എന്ത് കാരണം എന്താണ്? ബി ബറക്കത്തി സ്വലാത്തി നഫീസത്ത് അലൈഹി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ ജനാസ നിസ്കരിച്ചു എന്ന ആ ജനാസ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കണമെങ്കിൽ ആ നിസ്കരിച്ച ആൾ എത്ര ഉണ്ടാവും? എത്ര ആള്, ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവൂലേ അന്ന് നിസ്കാരത്തിൽ പങ്കെടുത്തവര്. കാരണം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖുൽ അർളി ഇൽമാ. അതേ, ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ പിന്നീട് ഖുറൈശികളിൽ നിന്ന് വരാനുണ്ട് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ ആ പണ്ഡിതൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണ് എന്ന് ലോകത്ത് എല്ലാ മഹാന്മാരും ഇത്തിഫാഖായി അംഗീകരിച്ച കാര്യമാണ്. ആ ഷാഫി ഇമാമിനെ ജനാസ നിസ്കരിക്കാൻ എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും? സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ ഏതൊക്കെ നാടുകളിൽ നിന്ന് ആരൊക്കെ ആ നിസ്കാരത്തിന് വേണ്ടി വന്നിട്ടുണ്ടാകും? ആ നിസ്കാരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അതേ പുറത്തു കിട്ടാൻ കാരണം മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ആ ജനാസ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുത്തു എങ്കിൽ ആ ഉമ്മാന്റെ മഹത്വം എത്രേ, സ്ഥാനം എത്രേ, ബഹുമാനം എത്രേ, ആദരവ് എത്രേ. സുബ്ഹാനല്ലാഹ്. അത് ഏതെങ്കിലും ഒരു അളവുകോല് കൊണ്ട് അളക്കാൻ കഴിയുമോ? ഷാഫി ഇമാം പറഞ്ഞു, എന്റെ ജനാസ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊണ്ടുപോകണോ, എന്നിട്ട് ദുആ ചെയ്യിപ്പിക്കണം. അവർക്കൊക്കെ അറിയാം ഈ ബറക്കത്ത് എന്താണെന്നൊക്കെ അവർക്കറിയാം. വലിയ മഹാന്മാരുടെ മഹദിമാരുടെ സമീപത്ത് കൊണ്ടുപോകണമെന്നവർക്കറിയാം. ഇന്നും അതേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ജനാസയുമായി അവരുടെ മഖ്ബറയിൽ വന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. എത്ര ആളുകളാണ് അവർ മരണപ്പെട്ടാൽ അവരുടെ ജനാസയുമായി ആളുകള് മഹദി അവരുടെ മഖ്ബറയുടെ സമീപത്ത് വരികയാണ്, എന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹദി അവറുകൾക്ക് അവസാനം രോഗം ബാധിക്കുന്നു. കഠിനമായ രോഗമാണ്. പക്ഷേ ആരാധനകളിൽ ഒരു വീഴ്ചയും വരുത്തിയില്ല. രോഗമായപ്പോ നാട്ടുവൈദ്യന്മാര് വന്ന് പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കണം, നിങ്ങൾ രോഗിയല്ലേ, അതുകൊണ്ട് നോമ്പ് മുറിക്കണം. അപ്പൊ മഹദി അവറുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. വാജബാ ലീ 30 സനത അസ്അലുല്ലാഹ തആല അൻ അൽഖാഹു വഅന സ്വായിമാ അഫ ഉഫ്തിറുൽ ആൻ. ഇതെന്തൊരു അജബാണ്, ഇതെന്തൊരു അത്ഭുതമാണ്. നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ നിങ്ങൾ നോമ്പ് മുറിക്കണമെന്നാണ് വൈദ്യന്മാര് വന്ന് പറയുന്നത്.
ഇനിയും അതേ ഈ രോഗം മാറണമെങ്കിൽ നോമ്പുകാരനായ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗം മാറുകയില്ല. മഹാദേവറുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നിങ്ങള് എല്ലാവരും അവരുടെ രോഗം മാറാൻ വേണ്ടി എന്റെ അടുക്കലാ വരുന്നത്. എല്ലാവരും അവരുടെ രോഗം മാറാൻ നിങ്ങളുടെ അടുക്കലാണ് വരുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ അടുക്കലേക്ക് രോഗം മാറാൻ വേണ്ടി ആളുകൾ വരുമ്പോ നിങ്ങൾക്ക് വല്ല രോഗം വന്നാൽ എന്താ നിങ്ങൾ ചെയ്യാ? അതുകൊണ്ട് ആ പരിപാടി എന്റെ നടക്കൂല. അതെ, ഞാൻ 30 കൊല്ലമായി നോമ്പ് നോൽക്കുകയാണ്. എന്താണ് നോമ്പ് നോറ്റിട്ട് ഞാൻ ദ്വാരക്കുന്നത്? അസ്അലുല്ലാഹ തആല അൻ അൽഖാഹു വഅന സ്വായിമാ അഫ ഉഫ്തിറുല്ലാൻ. 30 കൊല്ലമായി ഞാൻ നോമ്പ് നോൽക്കുകയാണ്. എന്നിട്ട് ഞാൻ അള്ളാഹിനോട് ദ്വാരക്കുന്നത്, നോമ്പുകാരനായ നിലയിൽ നിന്റെ അടുക്കലേക്ക് വരാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അഫ ഉഫ്തിറുല്ലാൻ. അങ്ങനെയുള്ള ഞാനേ ഇപ്പോൾ നോമ്പ് മുറിക്കുകയോ? സുബ്ഹാനല്ലാഹ്, കഷ്ടം തന്നെയാണ് നിങ്ങളുടെ വർത്തമാനം. എന്നാ ഇന്നൊന്നും കിട്ടൂല. 30 കൊല്ലായി ഞാൻ നോമ്പ് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റമളാനിലെ നോമ്പ് മാത്രമല്ല പറയുന്നത്, 30 വർഷമായി സ്ഥിരമായി നോമ്പുകാരിയാണ്. നോമ്പ് ഹറാമല്ലാത്ത ദിവസങ്ങള് മുഴുവനും മഹദി അവറുകൾക്ക് നോമ്പ് തന്നെ. 1 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 20 കൊല്ലമല്ല, 30 കൊല്ലം നോമ്പ് തന്നെ. നമുക്ക് കഴിയൂല മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മദീനയിൽ ചെല്ലുമ്പോ പോയാൽ കാണുന്ന സയ്യിദില്ലേ, സയ്യിദ് തൈസീർ തങ്ങളുപ്പാപ്പ എല്ലാ ദിവസവും നോമ്പുകാരനാണ്. തങ്ങളുപ്പാപ്പയോട് ഞാൻ ചോദിച്ചു, മക്കളില്ലേ? തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞെന്താ അറിയോ? മക്കളുണ്ടായാൽ മക്കൾ അള്ളാഹു തരികയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അള്ളാഹു എനിക്ക് തരാതിരുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മക്കളെ കിട്ടിയാൽ പിന്നെ ഇബാദത്തിന് തടസ്സമായി എന്ന് വരും. എന്നിട്ട് മഹാനവറുകളുടെ ഷെയ്ഖിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. വലിയ മഹാനാണ്, വലിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. മഹാനവറുകളുടെ ദസൂഖിയോ ഏതായിരുന്നാലും അവര് പറഞ്ഞു, അവരുടെ ഷെയ്ഖായ ഇന്നാലിന്നാക്ക് മക്കളുണ്ടായിട്ടില്ല. അപ്പൊ അവരതിന് കാരണമായി പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അവര് വലിയ ഇബാദത്തിൽ മുഴുകാനും ധാരാളം കിതാബുകൾ ഉണ്ടാക്കാനും ധാരാളം ശിഷ്യന്മാരെ ഉണ്ടാക്കാനും സാധിച്ചു. അതുപോലെ എനിക്കും എന്റെ റബ്ബ് അങ്ങനെ ആക്കി തന്നതായിരിക്കാം, കൊണ്ട് ബേജാറൊന്നുമില്ല എന്ന് തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു. ഭാര്യ വീട്ടിലിങ്ങനെ ഇബാദത്തിലിരിക്കും. തങ്ങളുപ്പാപ്പ എല്ലാ ദിവസവും അവർക്ക് നോമ്പാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 30 വർഷം നോമ്പ് നോറ്റു. ആ നോമ്പ് നോക്കുമ്പോ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താണ്? ഞാന് നോമ്പുകാരിയായിട്ട് എന്റെ റബ്ബിലേക്ക് യാത്ര പോകണം. ഇപ്പൊ നിങ്ങളാണെങ്കിൽ എന്നോട് പറയുന്നത് നോമ്പ് മുറിക്കാനാണ്. ഇതെന്ത് പരിപാടിയാ? നടക്കൂല. ഹേയ് സുബ്ഹാനല്ലാഹ്. إذا مرضنا أتيناكم لتشفونا فإن مرضتم فمن ذا الذي يشفيكم نحن لا نشفى بطبكم ولا بعلاجكم ولكننا نشفى بنظرة من رب العالمين. നമുക്ക് രോഗം വന്നാൽ
ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്കാണ് വരുന്നത്. ഫഇൻ മരിൽതും നിങ്ങൾക്ക് രോഗം വന്നാൽ ഫമൻ ദല്ലദീ യശ്ഫീകും നിങ്ങളുടെ രോഗം ആരാണ് മാറ്റുക? അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട നിങ്ങളുടെ ഈ മരുന്ന് കൊണ്ടാണ് രോഗം മാറുന്നത് എന്ന്. അല്ലേ അല്ല, വലാകിന്നനാ നശ്ഫാ ബിനദ്റത്തിൻ മിർ റബ്ബിൽ ആലമീൻ. മറിച്ച് ഞങ്ങളുടെ രോഗം ശിഫപ്പെടുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒറ്റ ഡോക്ടർമാരും അവരുടെ മരുന്ന് കൊണ്ട് രോഗം മാറുന്നില്ല. അങ്ങനെ ആരും മനസ്സിലാക്കരുത്. ഇന്നാലിന്ന ഡോക്ടറെ മരുന്ന് കൊണ്ട് ആ രോഗം മാറിയത്. അങ്ങനെ ഏതെങ്കിലും ഡോക്ടറുടെ മരുന്ന് കൊണ്ടൊന്നും രോഗം മാറൂല. രോഗം മാറ്റുന്ന അല്ലാഹു ഒരു സബബാണ്, ഒരു കാരണമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നമ്മൾ പോയി നമ്മൾ സഹായം ചോദിക്കുന്നു. ഇത് ഏത് സഹായായാലും ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം തരണമെന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരികയാണെങ്കിൽ അത് ഉമ്മ കൊണ്ട് തരുന്ന കഴിവാണോ? അല്ല, അത് ഉമ്മാക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇതുപോലെയാണ് അള്ളാഹിന്റെ റസൂലിനോട് പോയി സഹായം ചോദിച്ചാൽ ആ സഹായം അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ്. സ്വന്തമായി ഒരു കഴിവും അള്ളാഹു ഒരാൾക്കും, അതെ അള്ളാഹു കൊടുത്തതല്ലാത്ത ഒരു കഴിവും സ്വന്തമായി ഒരാൾക്കും ഒന്നിനും ഒരു കഴിവും ഇല്ല. എല്ലാം ഒരു മരുന്നാണെങ്കിൽ ആ മരുന്നിന് രോഗം മാറ്റാൻ കഴിവ് കൊടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു വിചാരിച്ചാൽ അതേ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ അടുത്തുനിന്ന് വൈദ്യനൊക്കെ മാറ്റാം. ഒരാൾ എന്റെ അടുക്കലേക്ക് വരണ്ട, എല്ലാവരും പോട്ടെ. സുബ്ഹാനല്ലാഹ്. മഹദിയവറുകൾ ഒരു ഖബർ കുഴിക്കുന്നു. ആ ഖബറിലിരുന്ന് 6000 തവണ ഖുർആൻ ഓതുന്നു. എന്നിട്ട് മഹദിയവറുകള് ഖബറിലിരുന്നു കൊണ്ട് ഹഫറത്ത് ഖബറഹാ ബിയദിഹാ ഫീ ദാരിഹാ. അങ്ങനെ ഇങ്ങനെ 2208 മഹദിയവറുകൾ രോഗബാധിതയാവുകയാണ്. അങ്ങനെ മരണക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവർ ആ ഖബറിലായിരുന്നു. ഖബറിൽ കിടന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അവരിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. സൂറത്ത് അനാമെത്തി, സൂറത്ത് അനാമ എത്തുകയാണ്. അങ്ങനെ ഇങ്ങനെ ഓതി ഓതി ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, അവര് പ്രവർത്തിച്ചതിന്റെ ഫലമായി അവർക്ക് അതേ അവന്റെ രക്ഷിതാവിന്റെ അടുക്കല് ദാറുസ്സലാമുണ്ട്, സമാധാനത്തിന്റെ ഭവനമുണ്ട്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ച കാരണത്താൽ, അവരധ്വാനിച്ച കാരണത്താൽ, അവര് ഇബാദത്ത് ചെയ്ത കാരണത്താൽ, അവര് സൽക്കർമ്മങ്ങൾ ചെയ്ത കാരണത്താൽ അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കല് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനമുണ്ട്. ഈ ആയത്തിങ്ങനെ ഓതിയപ്പോൾ മഹദിയവറുകള് ആ ഖബർ കൊണ്ടിങ്ങനെ മരണം സംഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹദിയവറുകളുടെ വഫാത്തിന്റെ ശേഷവും ആ ഖബറിന്റെ അകത്തു നിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദങ്ങളെ ചില മഹാന്മാര് കേൾക്കാറുണ്ടായിരുന്നുവത്രേ. ചില മഹാന്മാർ, എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല.
മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ കൈകൊണ്ട് ഉണ്ടാക്കിയ ഖബർ, ആരെയും സഹായത്തിന് വിളിച്ചില്ല. ആ ഖബർ ഉണ്ടാക്കിയിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതി. പിന്നീട് അവിടുത്തെ വഫാത്തിന്റെ ശേഷം ആ ഖബറിൽ നിന്ന് ഖുർആൻ ഓത്ത് കേൾക്കുമായിരുന്നു അത്രേ. സുബ്ഹാനല്ലാഹ്. ആരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ? എന്താ എല്ലാ ദിവസവും ആ ഉമ്മാന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കൂടെ? എത്ര വലിയ ബറക്കത്തുകൾ ലഭിക്കും. നമ്മളെല്ലാ ദിവസവും മദനിയത്തിൽ ആ ഉമ്മാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഉമ്മാന്റെ മദദ് നമുക്ക് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. എത്ര കറാമത്തുകളാണ് കാണിച്ചത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കറാമത്തുകൾ പറയാൻ തന്നെ നമുക്കൊരു ദിവസം വേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് റബ്ബിന്റെ തൗഫീഖിനാലെ നാളെ ആക്കാം അവിടുത്തെ കറാമത്തുകൾ പറയുന്നത്. ഒരുപാട് കറാമത്തുകൾ പറയാനുണ്ട്. ഇന്നിപ്പോൾ അതിലേക്ക് കടന്നാൽ നമ്മുടെ സമയം അതിനനുകൂലമല്ല. നമ്മള് 14 ദിവസത്തെ പ്രത്യേകമായ പ്രാർത്ഥനകളിലാണല്ലോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട്